എൻ്റെ കൂട്ടുകാരെ, 2025 നിങ്ങൾക്ക് ഒരു നല്ല വർഷം കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊരു വീഡിയോയുമായി കടന്നു വരുന്നു. ഞാനൊരു 10 ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എന്നാൽ ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ആ രോഗത്തിൻ്റെ നടുവിലും ആ ദുഃഖത്തിൻ്റെ പ്രയാസത്തിൻ്റെ വഴിയിലും എനിക്ക് 2025 ആ ന്യൂ ഇയർ തുടങ്ങാൻ പോകുന്ന സമയമാണ്. അവിടെയും എനിക്ക് സന്തോഷിപ്പാനിടയായി. അവിടെയുള്ളവരെ കാണുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ രോഗികൾക്ക് കേക്കൊക്കെ മുറിച്ചു കൊടുത്ത് സന്തോഷിക്കാനും വചനങ്ങൾ കൊടുക്കുവാനും എനിക്ക് സാധിച്ചു. എന്നാൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മളെ 2024 ഏറെ പ്രയാസപ്പെട്ട ഒരു വർഷമായിരുന്നു അല്ലേ. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒക്കെ വരുമെന്ന് ബൈബിളിൽ പറഞ്ഞത് എത്രയോ കറക്റ്റായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതൊക്കെയും നടന്നുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. തിരുവചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യരൊക്കെ മാറിപ്പോയാലും വചനം എന്നേക്കും നിലനിൽക്കും. അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. 2024 അനേക തലമുറകൾ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയി. അനേക ഭവനങ്ങൾ കണ്ണുനീരും ദുർഘടങ്ങളും പ്രയാസങ്ങളും മാതാപിതാക്കളുടെ നിലവിളികളുമായിരുന്നു. 2019 കൊറോണ വന്നപ്പോൾ മനുഷ്യനെ വാരിക്കൂട്ടിയിട്ട് എവിടൊക്കെയോ അടക്കി. ആരൊക്കെയാണെന്നറിഞ്ഞില്ല. ബന്ധങ്ങൾ സ്വന്തങ്ങളും അറിയാൻ കഴിഞ്ഞില്ല. അമ്പലങ്ങളിൽ ഉത്സവമില്ലായിരുന്നു, പള്ളികളിൽ പെരുന്നാളുകളില്ലായിരുന്നു, ഭവനങ്ങളിൽ സ്വസ്ഥതയില്ലായിരുന്നു. മനുഷ്യനെ തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തുന്ന യഹോവയാണ്. ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ ആ ദേശത്തെ ഞാൻ വിടുവിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന യഹോവയാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അങ്ങനെ കുറേ പേരൊക്കെയും വെള്ളപ്പൊക്കവും ഒക്കെ കടന്നു വന്നപ്പോഴും ഓരോ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ കുറേ നാളത്തേക്ക് വളരെ പ്രയാസത്തോടെ ജനങ്ങൾ ഇങ്ങനെ ആയിരിക്കും. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെയും വിട്ടകന്ന് വീണ്ടും ജനങ്ങൾ തിന്മയിലേക്ക് കടന്നുകൊണ്ടു, പാപത്തിലേക്ക് കടന്നുകൊണ്ടു. പിന്നെ അവർക്ക് എന്താണെന്നറിയില്ല. നമ്മൾ നോക്കുമ്പോൾ 2024 മദ്യഷാപ്പിൻ്റെ മുൻപിലൊക്കെ ക്യൂ ആയിരുന്നു അല്ലേ. മദ്യങ്ങൾ വിറ്റഴിഞ്ഞ് അവർക്ക് സർക്കാരിനൊന്നും അറിയണ്ടല്ലോ അത് ഭവനങ്ങളിൽ നശിച്ചു പോകുന്നതാണോ, മദ്യപാനം, വെർക്കൂത്ത്, ഇവയെല്ലാം മനുഷ്യൻ നശിച്ചു കൊണ്ടിരിക്കുന്നത് ആ സർക്കാരിനറിയത്തില്ലല്ലോ. നാം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യമുണ്ട് എൻ്റെ പ്രിയ മക്കളെ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായവർ ആ അനേക കുഞ്ഞുങ്ങൾ മരിച്ചുപോയ സ്ഥാനത്ത് അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് അറിയുന്നില്ല. ദൈവമക്കളായവരുടെ ഭവനങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അനേക കുഞ്ഞുങ്ങൾ, ജാതികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവത്തെ അറിയാത്ത കുഞ്ഞുങ്ങൾ അനേകർ മാറ്റപ്പെട്ടു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപോലെ സ്നേഹിച്ചു വളർന്നു വന്ന 5 തലമുറകൾ നഷ്ടപ്പെട്ടു. ഈ നഷ്ടങ്ങളൊക്കെ നമ്മുടേതാണ്. ഈ നഷ്ടങ്ങളൊക്കെ നമ്മൾക്ക് വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് എല്ലാ നഷ്ടങ്ങളും. ആ നഷ്ടങ്ങളൊക്കെ 2024 തീർന്നു പോകട്ടെ. 2025 തുടങ്ങുമ്പോൾ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ നാം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാത്രം ഇരിക്കാതെ പ്രവർത്തിക്കുന്നവരായിട്ടും കൂടെ തീരുക. നമ്മൾ പ്രാർത്ഥിക്കണം, ആവശ്യമാണ്. എന്നാൽ പ്രവർത്തിക്കണം. അനേകർക്ക് സമാധാനം പകരുന്നവരായി തീരട്ടെ. ഞാൻ രോഗിയായി ഭാരപ്പെട്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസമായിരുന്നു. ഞാനിവിടെ കിടന്നുകൊണ്ട് എങ്ങനെ സുവിശേഷം അറിയിക്കും? എൻ്റെ ഡ്യൂട്ടി സുവിശേഷമാണല്ലോ, എൻ്റെ ഡ്യൂട്ടി ബൈബിൾ കൊടുക്കലാണല്ലോ, എൻ്റെ ഡ്യൂട്ടി അനേകരോട് യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്നതാണല്ലോ. ഞാൻ എങ്ങനെ ഇവിടെ ചെന്ന് കിടന്നാൽ എൻ്റെ കൈ ഒന്ന് പഴുത്തു, എനിക്ക് ചുമ കൂടി, അങ്ങനെ ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നപ്പോഴും എൻ്റെ കർത്താവ് എന്നോട് അവിടെ ബൈബിൾ കൊടുക്കുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും അവിടെ യേശുവിനെക്കുറിച്ച് പറയുവാനും എനിക്ക് സാധിച്ചു. എന്നാൽ ഓരോ കുടുംബങ്ങൾ, ഓരോ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും 24 മണിക്കൂറും പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. 2025 നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വാതിലുകൾ തുറക്കട്ടെ. പുതിയൊരു ശുശ്രൂഷയുടെ ടേണിംഗ് പോയിൻ്റ് തിരിയട്ടെ. അനേകർ പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നവരായിട്ടല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിട്ട്, നിങ്ങളുടെ സുവിശേഷം അനേകരോട് എത്തിക്കുന്നവരായിട്ട്, ദേശവും പട്ടണങ്ങളും ചാടിക്കടക്കുന്നവരായിട്ട് ഉണ്ടായിത്തീരട്ടെ. 2025 നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓരോ പ്രഭാതവും ഉണർന്നു വരുമ്പോൾ, ആ പ്രഭാതത്തിൽ രാവിലെ പക്ഷി മൃഗാദികളുടെ ശബ്ദം കേട്ട് ഉണർന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരട്ടെ. പ്രാർത്ഥനയിൽ കുറവുള്ളവരായിരിക്കാതെ, പ്രവൃത്തിയിൽ കുറവുള്ളവരായിരിക്കാതെ ഇനിയുള്ള വർഷങ്ങളും മാസങ്ങളും മുന്നോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. എന്നെ തിന്നാത്തവൻ എന്മൂലം ജീവിക്കുകയില്ല, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അതുകൊണ്ട് നമ്മൾ മുഖേന നമ്മൾ തിന്നുക എന്ന് പറഞ്ഞാൽ അപ്പം മാത്രം തിന്നുക എന്നല്ല, നമ്മൾ ആ വചനമാണല്ലോ ജീവൻ്റെ അപ്പമായിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ വചനം അനേകർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അത് നമ്മൾ പോയി കത്രിമേശയായിട്ട് ഭക്ഷിക്കുന്നത് നമ്മുടെ യേശുവിൻ്റെ ഒരു ഓർമ്മയാണ്. യേശു അങ്ങനെ ചെയ്തത് ശിഷ്യന്മാർക്ക് അങ്ങനെ കാണിച്ചു കൊടുത്ത്, ഞാൻ വരുവോളം നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നാൽ ഈ വചനമാണ് ജീവൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്, അല്ലേ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം അനേകർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ദൈവവേല ചെയ്യുന്നവരെ, ദൈവ സുവിശേഷം പറയുന്നവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യമാണ് ആ വചനം. അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പ്രതീക്ഷിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ അവൻ്റെ ശരീരം നാം ഇന്നും ചർച്ചുകളിൽ വയ്ക്കുന്ന അപ്പം നുറുക്കി നാം ഭക്ഷിക്കുന്നതിനെ കുറിച്ചല്ല. അത് നമ്മുടെ ആവശ്യമാണ്. അത് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വരുവോളം നിങ്ങളുടെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ്. എന്നാൽ ജീവൻ്റെ അപ്പമാകുന്ന തിരുവചനം ബൈബിൾ, അതായത് അമ്മയുടെ ഉദരത്തിൽ, മറിയയുടെ ഉദരത്തിൽ ആ ബൈബിൾ മാംസമായി പിറന്നു വന്നു, ആ പിറന്ന് പുറത്തേക്ക് കടന്നു. അത് ബൈബിൾ രൂപത്തിൽ നമുക്ക് ശിഷ്യന്മാർ മുഖേന അത് നമുക്ക് പ്രവർത്തിച്ച് അത് നമ്മുടെ കരങ്ങളിൽ കിട്ടുവാനിടയായിത്തീർന്നു. അത് ആ കരങ്ങളിൽ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം, മറ്റുള്ളവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അതാണ് 2025 നാം ചെയ്യേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. പ്രാർത്ഥന വേണ്ടെന്നല്ല, പ്രാർത്ഥിക്കണം. അനേകർക്ക് ഈ ജീവൻ്റെ അപ്പമാകുന്നത് ഭക്ഷിപ്പാൻ കൊടുക്കണം. നാം ഓരോരുത്തരും അങ്ങനെ ആയിത്തീരട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. അല്ലാതെ നാം ചർച്ചിൽ പോയി എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ച് അത് നമ്മൾ മെഴുങ്ങാനല്ല. ആ മെഴുങ്ങാനുള്ളത് നമുക്ക് കർത്താവ് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ തന്നെ വ്യക്തമായി പറഞ്ഞു, എന്നിൽ വിശ്വസിക്കാത്തവൻ, എന്നിൽ ഭക്ഷിക്കാത്തവൻ അവന് നിത്യജീവനില്ല. അപ്പം തിരുവചനം പുറത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഓരോരുത്തരും ഭക്ഷിക്കാൻ തുടങ്ങും. അപ്പോഴവർക്ക് ജീവൻ വയ്ക്കാൻ തുടങ്ങും. ആ ജീവനാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. മറ്റേതെന്താണ്? ചർച്ചിൽ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പവും വീഞ്ഞും നമുക്ക് ദൈവദാസന്മാർ തരുന്നത്, അത് നാം ഭക്ഷിക്കുന്നത് നമ്മുടെ ഓർമ്മയ്ക്കായി, കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സുവിശേഷത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ മറിയയുടെ ഉദരത്തിൽ മാംസപിണ്ഡമായി ജനിച്ച് ഭൂമിയിലേക്ക് വചനമായി വന്ന യേശുപ്പച്ചൻ അത് ശിഷ്യന്മാർക്ക് എഴുതി കൊടുത്ത്, എൻ്റെ വിരൽ തൊട്ട് എഴുതിയ വചനം അത് പ്രസ്സുകളിൽ കൊണ്ടുപോയി അടിച്ച് അത് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ അതാണ് ജീവൻ്റെ അപ്പം. ആ ജീവൻ്റെ അപ്പം പുറത്ത് കിടക്കുന്നവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുമ്പോൾ അവരിൽ നിത്യജീവനുണ്ടാവും, അവരിൽ ബലപ്പെടും, അവരത് ഭക്ഷിച്ച് വയറ് നിറച്ച് അവർക്ക് ആരോഗ്യമുണ്ടാകും, അവരുടെ ഭവനത്തിൽ സ്വസ്ഥതയുണ്ടാകും, അവരുടെ ഭവനത്തിൽ സമാധാനമുണ്ടാകും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ, എന്നെ കേൾക്കുന്ന എൻ്റെ സുവിശേഷകരായ കൂട്ടുകാരായ വേലക്കാരെ, നിങ്ങൾക്കിത് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം, പുതിയ വർഷത്തിൽ നിങ്ങൾ അനേകർ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നവർ കാണും. പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ ചെയ്യുവാൻ കാണും. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എൻ്റെ ജീവൻ്റെ അപ്പമാകുന്ന തിരുവചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ ഈ തിരുവചനം 2025 നിങ്ങൾ പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. അനേകർക്ക് ഭക്ഷിപ്പാൻ കൊടുത്ത് അനേകരെ വയറ് നിറപ്പാൻ ഭക്ഷിപ്പാൻ ജീവൻ്റെ വചനവുമായി ഓരോരുത്തരും ഇറങ്ങട്ടെ. അതിനുവേണ്ടി എൻ്റെ എല്ലാ ആശംസകളും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഓരോരുത്തരും നാം അങ്ങനെ ആയിത്തീരട്ടെ. പുതിയ വർഷം കടന്നു വരുമ്പോൾ പുതിയ തീരുമാനം ഇനിയുള്ളത് അങ്ങനെ ആയിത്തീരട്ടെ. എല്ലാ ഭവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 25 നിങ്ങൾക്ക് പുതിയ അനുഗ്രഹങ്ങളും പുതിയ വേലകളും പുതിയ വർഷങ്ങളും ഭവനത്തിൽ സ്വസ്ഥതയും സമാധാനം എല്ലാം ഉണ്ടാവട്ടെ. എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.